dear students, next paragraph നോക്കാം. ഈ സംഭവം കഴിഞ്ഞപ്പോൾ ബേലയ്ക്ക് എന്താണ്, ബേലയുടെ മനസ്സിൽ എന്തുണ്ടായി? ബേല കാ മൻ बहुत खराब हो गया. माट साहब चाहे मुझे पीड़ लेते मगर साहिल के सामने नहीं. बेला का मन, बेलയുടെ മനസ്സ് बहुत खराब हो गया. खराब means മോശമാവുക. खराब മോശമാവുക. ഇവിടെ खराब മോശമാവുക എന്ന് വെച്ചാൽ खराब means മോശം എന്ന് വെച്ചാൽ അവൾക്ക് ആ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഇവിടെയും ഒന്ന് വരച്ചിടുക. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ഇവിടെ ബേല ബഹുത്ത് ഖരാബ് ഹോ ഗയ എന്നല്ല, ബേല കാ മൻ. അവിടെയും തെറ്റ് തിരുത്താൻ വരാം. അവിടെ ബേല കാ മൻ ആയതുകൊണ്ട് ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ഇവിടെയും ബഹുത്ത് ഖരാബ് ഹോ ഗയ. ഇവിടെയും ചോദിക്കാവുന്നതാണ്. ഇവിടെ ഇങ്ങനെ തരും, ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയി, ബേല കി മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയി. ഇതിൽ ശരിയായിട്ടുള്ള എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. എന്തെന്ന് വെച്ചാല് ബേല കാ മൻ, ഇവിടെ എന്താണ് മോശമായത്? ബേലയുടെ അല്ലെ എന്താണ് വിഷമിച്ചത്? ബേല കാ മൻ, അത് പുല്ലിംഗമാണ്, ബേലയല്ല, ബേല കാ മൻ. ഒരു വർഷം, അതായത് പിന്നെ എക്സാമിന് ഏത് വർഷമാണല്ല, 18 19 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, 18 19 അറിയത്തില്ല, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോഴിതിൽ കറക്റ്റ് എന്താണ്? ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സാണ്, ബേലയല്ല. ബേല കാ മൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണ്, അതുകൊണ്ടാണ് അവിടെ ബഹുത്ത് ഖരാബ് ഹോ ഗയ. അതൊന്ന് വരച്ചിട്ടിരിക്കണം. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. മാറ്റ് സാബ് ചാഹെ മുझे पीड़ लेते. മാറ്റ് സാബിന്, മാസ്റ്ററിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ, മുझे पीड़ लेते, അദ്ദേഹത്തിന് അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു. മഗർ മീൻസ് എന്നാൽ. സാഹിൽ കെ സാമനെ നഹീം, സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ വേണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് അടിക്കണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു, പക്ഷെ ആരുടെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു? സാഹിലിന്റെ മുന്നിൽ വെച്ച് എന്നെ അടിക്കണ്ടായിരുന്നു. എന്തുകൊണ്ട്? വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹ്സൂസ് കർ രഹി തി. വഹ് അവൾ, സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ, ഖുദ് കോ, ഖുദ് മീൻസ് സ്വയം, അവൾ സ്വയം, ശർമിന്ദ മീൻസ് ലജ്ജ. അതും എക്സാമിന് ചോദിക്കാവുന്നതാണ്, എഴുതിയിടുക. ശർമിന്ദ, അതിന്റെ സമാന അർത്ഥ ശബ്ദം എന്താണ്? ലജ്ജ. ഒന്ന് വരച്ചിടുക. അതായത് ശർമിന്ദ എന്നിട്ട് ആ സൈഡിൽ എഴുതിയിടുക ലജ്ജ എന്ന് വെച്ചാൽ അവൾക്ക് എന്തനുഭവപ്പെട്ടു? ലജ്ജ. ആരുടെ മുന്നിൽ? സാഹിൽ കെ സാമനെ. വഹ് ബേല, ബേലായിക്ക് സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുന്നിൽ, ഖുദ് കോ സ്വയം, ശർമിന്ദ മീൻസ് ലജ്ജ, മഹ്സൂസ് കർ രഹി തി, മഹ്സൂസ് കർന അനുഭവപ്പെടുക, മഹ്സൂസ് അനുഭവം, അതായത് മഹ്സൂസ് കർന അനുഭവപ്പെട്ടിരുന്നു. ഞാൻ പറയുമ്പോൾ ആ മീനിങ് നിങ്ങൾ ഓരോ വാക്കിന്റെ മുകളിൽ എഴുതുക. എന്തുകൊണ്ടാണ്? ഇവിടെ ചോദിക്കാം. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹ്സൂസ് കർ രഹി തി. അവൾ, സാഹിലിന്റെ മുന്നിൽ അവൾക്ക് ലജ്ജ അനുഭവപ്പെടാൻ കാരണമെന്ത്? എന്തുകൊണ്ടാ? ക്യോങ്കി വഹ് ജാൻതി തി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, വഹ് ജാൻതി തി കി അവൾക്ക് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? വഹ് സാഹിൽ കി നസർ മേ, നസർ മീൻസ് ദൃഷ്ടി, അവൾ സാഹിലിന്റെ ദൃഷ്ടിയിൽ, ബഹുത്ത് അച്ചി ഹെ വളരെ നല്ല പെൺകുട്ടിയാണ്, നല്ല കുട്ടിയാണ്. അപ്പോഴ് എന്തുകൊണ്ടാണ് അവൾക്ക് ലജ്ജ അനുഭവപ്പെടാൻ കാരണം? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വഹ് ജാൻതി തി കി അവൾക്ക് അറിയാമായിരുന്നു, വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ അവൾ സാഹിലിന്റെ ദൃഷ്ടിയിൽ വളരെ നല്ല പെൺകുട്ടിയായിരുന്നു. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി. അപ്പോഴേ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ ഇരിയെന്നും പറഞ്ഞ് തെറ്റില്ല അല്ല എന്ന് കണ്ടപ്പോ എടുത്ത് അങ്ങോട്ട് ഇട്ടില്ലേ. അപ്പോഴ് ജബ് അപ്പോഴവള് അവന്റെ അടുത്ത് ഇരുന്നല്ലോ. ജബ് എപ്പോഴാണോ, വഹ് അവൾ, ഉസ്കെ പാസ് ആക്കർ അവന്റെ അടുത്ത് വന്ന്, ബൈഠി ഇരുന്നത്, ഉസ്സെ നസർ നഹി മില ഭൈ, ഉസ്സെ അവനെ, നസർ നഹി മില ഭൈ കാണാത്ത രീതിയിൽ ഇരുന്നു. അപ്പോഴ്
തൊട്ടടുത്ത് വന്നിരുന്നപ്പോൾ അവൾ എന്ത് ചെയ്ത്, ജബ് ഉസ്കെ പാസ് ആക്കർ, ജബ് എപ്പോഴാണോ വഹ് അവൾ, ബേല ഉസ്കെ പാസ് ആക്കർ അവന്റെ അടുത്ത് ബൈട്ടി ഇരുന്നത്, ഉസ്സെ അവനെ, നസർ നഹി മിലാ പായി അവനെ കാണാത്തതുപോലെ അവൾ ഇരുന്നു. അപ്പോൾ ഇവിടെ 2-3 ക്വസ്റ്റ്യനുകൾ വരാം, അതിന്റെ എല്ലാ ആൻസർ ഒന്ന് തന്നെയാണ്. അതായത് ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ, അതിന്റെ തൊട്ട സൈഡിൽ തന്നെ കണ്ടോ, ജബ് എപ്പോഴാണോ, വഹ് അവൾ, ഉസ്കെ പാസ് ആക്കർ ബൈട്ടി അവന്റെ അടുത്ത് വന്നിരുന്നത്, ഉസ്സെ നസർ നഹി മിലാ പായി അവനെ കാണാത്തതുപോലെ ഇരുന്നു. ക്യോ എന്തുകൊണ്ട്? മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വഹ് സാഹിൽ കെ സാമനെ അവൾ സാഹിലിന്റെ മുന്നിൽ ഖുദ്കോ ശർമിന്ദ മഹസൂസ് കർ രഹി തി അവൾക്ക് സ്വയം ലജ്ജ അനുഭവപ്പെട്ടു. എന്തുകൊണ്ട്? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ഒന്ന് തന്നെ. മറ്റൊരു രീതിയിലും ചോദിക്കാം. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. എന്തുകൊണ്ട്? ഇതിന്റെ എല്ലാ ആൻസർ ഒന്നാണ്. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. എന്തുകൊണ്ട്? പിന്നെ അവൾ സാഹിലിന്റെ മുന്നിൽ സ്വയം അവൾക്ക് ലജ്ജ തോന്നി. എന്തുകൊണ്ട്? സാഹിലിന്റെ മുന്നിൽ വന്നിരുന്നപ്പോൾ അവൾ കണ്ടില്ല എന്ന് നടിച്ചു. എന്തുകൊണ്ട്? ഈ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ ഒന്നു തന്നെയാണ്. എന്തുകൊണ്ടാണ്? വഹ് യാ ബേല ജാൻതി തി കി വഹ് സാഹിൽ കി നസർ ബഹുത് അച്ചി ഹേ, അവൾ സാഹിലിന്റെ മുന്നിൽ വളരെ നല്ല കുട്ടിയാണ് അല്ലേ. ലേക്കിൻ എന്നാൽ മാറ്റ് സാബ് മാസ്റ്റർ സാഹിൽ കെ സാമനെ ഉനെ എന്താണ് പീഡ് ലേത്തെ, അതായത് അവളെ സാഹിലിന്റെ മുന്നിൽ വെച്ചാണ് മാസ്റ്റർ അടിച്ചത് അല്ലേ. അതുകൊണ്ടാണ് അവൾക്ക് എന്താണ് അടിച്ചതെന്ന്, തലമുടിക്ക് കുത്തിപ്പിടിച്ച, അതുകൊണ്ടാണ് അവൾക്ക് അവളുടെ മനസ്സ് വിഷമിക്കാൻ കാരണമായാലും, അവൾക്ക് സാഹിലിന്റെ മുന്നിൽ ലജ്ജ തോന്നാൻ കാരണമായാലും, അവള് അവന്റെ മുന്നിൽ വന്ന് കാണാത്ത പോലെ ഇരിക്കുക. അപ്പോഴേ ഇത് ഞാൻ ആൻസർ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ 2 പാരഗ്രാഫ് കൂടെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഡയറിയോ, അല്ലെങ്കിൽ ഇവിടെ ഡയറി ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, ബേലയുടെ ഡയറി, ബേലയുടെ ലെറ്റർ, സാഹിലിന്റെ ഡയറി, സാഹിലിന്റെ ലെറ്റർ. അപ്പോഴും ഞാൻ ബേലയുടെ ഡയറി തരും, സാഹിലിന്റെ ലെറ്ററും തരും. അന്നേരം ബേലയുടെ ഡയറി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബേലയുടെ ലെറ്റർ എഴുതാം. സാഹിലിന്റെ ഡയറി തരുമ്പോൾ സാഹിലിന്റെ ഡയറി വെച്ചുകൊണ്ട് സാഹിൽ മറ്റൊരാൾക്ക് എഴുതുന്ന ലെറ്ററും എഴുതാൻ പറ്റും. അത് നോട്ട്സിൽ തരുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ്, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. അപ്പോഴ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബീർ ബഹൂട്ടി കോ ഖോജന, സെക്കൻഡ് നമ്മൾ പറഞ്ഞു എന്താണ് പെൻമേൻ സ്യാഹി ഭർന, തേർഡ് 3-ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു എന്താണ് സുരേന്ദ്രജി മാറ്റ് സാബിനെ ബേല കെ ബാലോ മേ പംസായ. ഇനി 4-ാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ആ 4-ാമത്തെ പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്തിന, ബേലയുടെ തലയിൽ വെള്ള ബാൻഡേജ് കിട്ടി. അതാണ് അടുത്ത സംഭവം. ബേലക്കെ, അതായത് 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബേലക്കെ സിർ പർ സഫേദ് പട്ടി ബാന്തിന, അതായത് ബേലയുടെ തലയിൽ വെള്ള ബാൻഡേജ് കെട്ടിയ സംഭവമാണ് 4-ാമത്തത് പറയുന്നത്. 3 സംഭവങ്ങൾ പറഞ്ഞു, ഇനി 4-ാമത്തെ സംഭവം ആണ് പറയുന്നത്. ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാദ്, 4-ാമത്തെ പോയിന്റ് ആണ് ഇപ്പം പറയുന്നത്. ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാദ് ജബ് സ്കൂൾ खुला तो बेला के सिर पर सफेद पट्टी बंधी थी. ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാദ്, ദീപാവലി അവധിക്ക് ശേഷം. അപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നമുക്കൊക്കെ ഒരു ദിവസമായിരിക്കും ദീപാവലിക്ക് അവധി, എന്നാൽ നോർത്ത് ഇന്ത്യയിൽ അവരുടെ പ്രധാന ആഘോഷമാണ്. അവർക്ക് ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെ 3-4 ദിവസമൊക്കെ ആയിരിക്കും അവധി കൊടുക്കുന്നത്. അപ്പോഴും ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാദ്, ദീപാവലി അവധിക്ക് ശേഷം, ജബ് സ്കൂൾ കുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ, ബേലക്കെ സിർപ്പർ, ബേലയുടെ സിർപ്പർ തലയിൽ, സഫേദ് പട്ടി ബന്ധിത്തി, സഫേദ് പട്ടി വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. ദീപാവലിക്ക് ചുട്ടിയോങ്കെ ബാദ്, ദീപാവലി അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഖുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ, ബേലക്കെ സിർപ്പർ, ബേലയുടെ തലയിൽ, സഫേദ് പട്ടി ബന്ധിത്തി, എന്തുണ്ടായിരുന്നു? വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു.
അങ്ങനെ വെള്ള ബാൻഡേജ് കെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഇതാവുമ്പം ഓരോ കുട്ടികൾ നമ്മളെ കളിയാക്കും അല്ലേ. അപ്പോഴേ ഇതോണം അവിടെയും അവളുടെ ഫ്രണ്ട്സ് കളിയാക്കാൻ തുടങ്ങി. കോയി ഉസേ, ചിലർ ഉസേ, കൊയ് ചിലർ ഉസേ, അവളെ ഹായ് ഹേയ് ഹോയ് സഫേദ് പട്ടി എന്ന് വെച്ചാൽ വെളുത്ത പട്ടി എന്നല്ല. പട്ടി മീൻസ് ബാൻഡേജ്. സഫേദ് പട്ടി വെള്ള ബാൻഡേജ്, വൈറ്റ് ബാൻഡേജ്. അതായത് ചിലര് ഹേയ് ഹോയ് ഹോയ് സഫേദ് പട്ടി സഫേദ് പട്ടി എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ ഹേയ് വെള്ള ബാൻഡേജുകാരി വെള്ള ബാൻഡേജുകാരി എന്ന് കഹ് രഹാത്ത പറഞ്ഞുകൊണ്ടേ ഇരുന്നു. കോയി സുൽത്താന ടാക്കു തോ, സുൽത്താന ടാക്കു അതായത് കൊള്ളക്കാരികളുടെ തലവൻ. സുൽത്താന എന്ന് വെച്ചാൽ രാജ്ഞി. ഇവിടെ സുൽത്താന ടാക്കു എന്ന് പറയുമ്പോൾ കൊള്ളക്കാരികളുടെ തലവൻ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് വെച്ച് സിനിമയോ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിനൊന്നും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കണ്ട, അതൊന്നും നമുക്ക് ചോദിക്കത്തില്ല. അപ്പോഴ് സുൽത്താന ടാക്കു, ചിലർ അവളെ എന്ത് വിളിച്ച് കളിയാക്കി? സുൽത്താന ടാക്കു. ടാക്കു മീൻസ് കൊള്ളക്കാരി. സുൽത്താന ടാക്കു കൊള്ളക്കാരിയുടെ തലവൻ എന്ന് വെച്ചാൽ രാജ്ഞിയായ കൊള്ളക്കാരി അല്ലെങ്കിൽ കൊള്ളക്കാരികളുടെ തലവൻ എന്നും ചിലര് വിളിച്ചു. കോയി കുച്ച് ഓർ കഹക്കർ, ചിലര് കോയി ചിലർ കുച്ച് ഓർ കഹക്കർ മറ്റെന്തൊക്കെയോ പറഞ്ഞ് ചിടാ രഹാത്ത, ചിടാന ദേഷ്യം പിടിപ്പിക്കുക, ചിടാ രഹാത്ത ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോഴ് എന്താണ്, ആ വെള്ള ബാൻഡേജും കെട്ടിക്കൊണ്ട് വന്നപ്പോൾ കോയി ഉസേ, ചിലർ അവളെ ഹോയ് ഹേയ് ഹോയ് സഫേദ് പട്ടി വെള്ള ബാൻഡേജുകാരി എന്ന് കഹ രഹാത്ത പറഞ്ഞുകൊണ്ടിരുന്നു. കോയി ചിലർ സുൽത്താന ടാക്കു കൊള്ളക്കാരികളുടെ തലവൻ എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ ഒരു സുൽത്താന ടാക്കു ഉണ്ടായിരുന്നു. അവരെപ്പോഴും ആ തലയിൽ ഒരു വെള്ള തുണി വെച്ച് ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടന്നത്. അത് വെച്ചാണ് അവളെ എന്തെന്ന് പറഞ്ഞത്? സുൽത്താന ടാക്കു എന്ന് പറഞ്ഞത്. എപ്പോഴും വെള്ള തുണി വെച്ച് ഇങ്ങനെ ആ കൊള്ളക്കാരുടെ രാജ്ഞി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊള്ളക്കാരികളുടെ തലവൻ എന്ന് പറയുന്ന ആ സ്ത്രീ ഇങ്ങനെ വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. അതുകൊണ്ടാണ് അവളെ സുൽത്താന ടാക്കു എന്ന് വിളിച്ചത്. കൊയ് കുച്ചോർ കഹുക്കർ, വേറെ ചിലർ എന്തൊക്കെയോ പറഞ്ഞ് ചിടാ രഹാത്ത അവളെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അപ്പോഴും മറ്റുള്ളവരൊക്കെ അങ്ങനെ ദേഷ്യം പിടിപ്പിച്ചപ്പോഴും നമുക്കറിയാം സാഹിലിന് അവളെ കാണുമ്പോൾ വിഷമം തോന്നിക്കാണും. സാഹിൽ എന്ത് പറയുന്നൊക്കെ യേ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയേ പൂച്ച, യേ ക്യാ ഹോ ഗയാ ബേല, ബേല എന്തോ പറ്റിയടി ഇത്? സാഹിൽ പരേശാൻ ഹോത്തെ ഹേ, പരേശാൻ മീൻസ് വിഷമിച്ച്, പരേശാൻ വിഷമിച്ചുകൊണ്ടാണ്, പരേശാൻ വിഷമിച്ച്. വിഷമിച്ചുകൊണ്ട് പറയാണ്, പരേശാൻ ഹോക്കർ വിഷമിച്ചുകൊണ്ട് പറയാം, അയ്യോ എന്തോ പറ്റിയടി ഇത്? छत से गिर गई, बेला ने हंसते हुए कहा. छत से, छत मीन्स മേൽക്കൂര, छत മേൽക്കൂര. छत से गिर गई മേൽക്കൂരയിൽ നിന്നും വീണു. അവിടെ എഴുതി വെക്കുക, ബേല കഹാം സേ ഗിർ ഗയി, ബേല കഹാം സേ ഗിർ ഗയി, ബേല എവിടെ നിന്നാണ് വീണത്? ബേല കഹാം സേ ഗിർ ഗയി. ഞാൻ ക്വസ്റ്റ്യൻ തരും, ഇങ്ങനെയുള്ള നോട്ടേപ്പ് ക്വസ്റ്റ്യൻ തരും. അന്നേരം നിങ്ങൾ ആൻസർ എഴുതി തരണം. ഞാൻ ഈ പറയുമ്പോൾ ആ പോയിന്റുകൾ കുറിച്ച് വെക്കണം. ഞാൻ ഇതിൽ നിന്ന് വരാവുന്ന നോട്ടേപ്പ് ക്വസ്റ്റ്യനുകൾ അങ്ങോട്ട് തരും, അതിന്റെ ആൻസർ എനിക്ക് എഴുതി തരണം. അപ്പോഴ് നിങ്ങൾ അത് എവിടെയെങ്കിലും കുറിച്ച് വെക്കണം. ബേല കഹാം സേ ഗിർ ഗയി. അപ്പോഴ് ബേല എവിടെ നിന്നാണ് വീണത്? ഛത്ത് സേ, കഹാം സേ ഗിർ ഗയി, ഛത്ത് സേ അതായത് മേൽക്കൂരയിൽ നിന്നും വീണു. ബേല എങ്ങനെ? ഹസ്തേ ഹുയേ കഹ, ചിരിച്ചുകൊണ്ടാ പറഞ്ഞ. ഹസ്ന ചിരിക്കുക, അല്ല കരഞ്ഞോണ്ടല്ല, ചിരിച്ചോണ്ട് പറയാൻ, ഞാനേ മേൽക്കൂരയിൽ നിന്നും വീണു. ഔർ കഹ, എന്നിട്ട് പറയാണ്, ബഹുത്ത് ദിൻ ഹോ ഗയേ, ആജ് ഖേൽഖണ്ഡി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ്ക് കേലേങ്കെ. ബഹുത്ത് ദിൻ ഹോ ഗയേ, ഒത്തിരി ദിവസമായില്ലയോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉത്തരേന്ത്യയിലൊക്കെ ദീപാവലിക്കൊക്കെ കൂടുതൽ ദിവസം അവധിയാണ്. അപ്പോൾ ആ അവധി ദിവസത്തിലാണ് അവൾ മേൽക്കൂരയിൽ നിന്ന് വീണിങ്ങനെ
പറ്റിയത്. അവള് പറയുകയാണ്, അന്നേരം കുറച്ച് ദിവസമായി അവര് തമ്മിൽ കളിച്ചിട്ട് പറയാണ്, ബഹുത്ത് ദിൻ ഹോഗേ, കുറച്ച് കൂടുതൽ ദിവസമായി, എന്താണ് നമ്മൾ ഒത്തിരി ദിവസമായി, ആജ് ഇന്നേ കേൾഖണ്ഡീമേ എന്ന് വെച്ചാൽ ആ കളി സമയത്ത്, അതായത് കളിക്കാൻ തരുന്ന ആ സമയത്ത് ഗാന്ധി ചൗക്കുമേ, ഗാന്ധി ചൗക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ആ യാർഡ് മുറ്റം ഉണ്ടല്ലോ, കളിക്കാനുള്ള ആ മുറ്റം, അവിടെ ഗാന്ധിജിയുടെ ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകത്തിന് ചുറ്റുമുള്ള യാർഡ് മീൻസ് മുറ്റം, ആ മുറ്റത്തിൽ ലങ്കടി ടാങ്ക് കേലെങ്കിൽ, ലങ്കടി ടാങ്ക് എന്ന് വെച്ചാല് ഞൊണ്ടിക്കളി എന്ന് വെച്ചാല് ഒരു കാല് പൊക്കിക്കൊണ്ട് മറ്റേ കാല് വെച്ച് ഇങ്ങനെ ഉന്തി ഉന്തി കളിക്കുന്നത്. നമ്മൾ ചെക്ക് കളിക്കുക എന്ന് പറയും. ഇങ്ങനെ കോളം വരച്ചിട്ട് നമ്മള് ചെക്ക് കളിക്കും, ഇങ്ങനെ ഉന്തി ഉന്തി. അതിനെയാണ് ഞൊണ്ടിക്കളി എന്ന് വെച്ചാൽ ഇങ്ങനെ ഞൊണ്ടി കളിക്കുന്നതിന്. അതാണ്, അതായത് ഗാന്ധി ചൗക്കിൽ ലങ്കടി ടാങ്ക് കേലെങ്കിൽ, നമുക്ക് ഞൊണ്ടിക്കളി കളിക്കണ്ടേ, അല്ലെ ചെക്ക് കളിക്കണ്ടേ. അപ്പോഴ് എന്താ പറഞ്ഞത്, ബഹുത്ത് ദിൻ ഹോഗേ, കൂടുതൽ ഒത്തിരി ദിവസമായി, ആജ് ഇന്ന്, കേൾഖണ്ഡി മീൻസ് പിന്നെ PT സമയത്ത്, എന്താ കളിക്കുന്ന ആ സമയത്ത് ഗാന്ധി ചൗക്കുമേ എന്ന് വെച്ചാൽ ഗാന്ധി സ്മാരകത്തിന്റെ ആ ചുറ്റുമുള്ള ആ യാർഡ്, ആ ഗ്രൗണ്ടില് ലങ്കടി ടാങ്ക് കേലെങ്കിൽ മീൻസ് അതായത് ഞൊണ്ടി കളിക്കണ്ടേ, അതായത് നമുക്ക് ഞൊണ്ടി കളിക്കാം അല്ലെങ്കിൽ ചെക്ക് കളിക്കാം. ഉടനെ അവൻ പറയാ, നെഹി കേലെങ്കിൽ, വേണ്ട കളിക്കണ്ട, തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി, തേരെ സിർമേ, നിന്റെ തല ഉണ്ടല്ലോ, ഫിർസെ ലഗ് ജായേഗി, വീണ്ടും അനങ്ങും, അത് തട്ടും, നിന്റെ തല തട്ടും എന്ന് വെച്ചാൽ വീണ്ടും ബ്ലഡ് വരാൻ തുടങ്ങും. അവിടെ തല ഇങ്ങനെ ബാൻഡേജ് വെച്ച് കെട്ടിയിരിക്കില്ലയോ, അന്നേരം ഇങ്ങനെ ചെക്ക് കളിക്കുമ്പോൾ അല്ലെ ഞൊണ്ടി കളി കളിക്കുമ്പോൾ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ആ തല അനങ്ങുകയും ബ്ലഡ് വരികയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞ നെഹി കേലെങ്കിൽ, കളിക്കണ്ട, തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി, നിന്റെ തല വീണ്ടും അനങ്ങും. ഉടനെ അവൾ നഹി ലഗേഗി, ബേലന ജിദ് കി, ജിദ് മീൻസ് ശാഠ്യം, ജിദ് ജായുടെ അടിക്ക് കുത്ത്, ശാഠ്യം. അവള് ശാഠ്യം പിടിക്കാൻ തുടങ്ങി. അതായത് നഹി ലഗേഗി, ഇല്ലില്ല, ബേലന ജിദ് കി, ജിദ് അതിന്റെ മറ്റൊരു വാക്കുണ്ട് ഹഡ് ശാഠ്യത്തിന്. അതായത് ബേല എന്ത് ചെയ്യാൻ തുടങ്ങി, ശാഠ്യം പിടിക്കാൻ പറ്റത്തില്ല, അനങ്ങത്തൊന്നുമില്ല. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेलखंडी ലങ്കടി ടങ്കലെ, വേ അവർ, ഹമേശ മീൻസ് ഓൾവേസ്, എല്ലായ്പ്പോഴത്തെയും പോലെ, വേ ഹമേശ കി തരഹ്, അവർ, ബേല और സാഹിൽ, ബേലയും സാഹിലും, ആൾവേസ് ഹമേശ ആൾവേസ്, എല്ലാ സദാ എന്നും പറയാം, എല്ലാ ഇപ്പോഴത്തെയും പോലെ, സാരേ ബച്ചോങ്കെ സാത്ത്, മറ്റുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും ഒപ്പം, ഗാന്ധി ചൗക്ക് ഞാൻ പറഞ്ഞല്ല, ആ പ്രതിമ, ആ ഗാന്ധി പ്രതിമയുടെ ചുറ്റുമുള്ള ആ ഗ്രൗണ്ടിലെ ബാലു മീൻസ് ബാലു മണൽ. നേരത്തെ നമ്മൾ രേത്ത് പഠിച്ചു, ആ രേത്തിന്റെ അതേ മീനിങ് ആണ് ബാലു മണൽ. ബാലു മീൻസ് മണൽ. അതായത് ആ ഗാന്ധി ചൗക്കിന്റെ ആ മണലിൽ പൂരി ഖേൽഖണ്ഡി, ആ കളി സമയം മൊത്തവും, PT പീരീഡ് മൊത്തവും, ലങ്കടി ടാങ്ക് കേലെ, ആ അല്ലെങ്കിൽ ഇന്റർവെൽ സമയം ഒന്നും നമുക്ക് പറയാം, ഇന്റർവെൽ സമയം മൊത്തവും ലങ്കടി ടാങ്ക് കേലെ ചെക്ക് കളിച്ചു. മനസ്സിലായോ? വേ ഹമേശ കി തരഹ്, അവർ എപ്പോഴത്തെയും പോലെ, സാരേ ബച്ചോം കെ സാത്ത്, എല്ലാ കുഞ്ഞുങ്ങളോടുമൊപ്പം എന്ന് വെച്ചാൽ മറ്റുള്ള കുഞ്ഞുങ്ങളോടൊപ്പം, ആ ബേലയും സാഹിലും, ഗാന്ധി ചൗക്ക് കി ബാലുമേ, ആ ഗാന്ധി പ്രതിമയുടെ ചുറ്റുമുള്ള പ്ലേ ഗ്രൗണ്ടിലെ ബാലുമേ മണലിൽ, പൂരി ഖേൽഖണ്ഡി, അതായത് ആ ഇന്റർവെൽ സമയം മൊത്തവും ലങ്കടി ടാങ്ക് ഖേലെ ചെക്ക് കളിച്ചു.
इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती है जैसे और समय से कुछ अधिक मुस्कुरा रही हो. इन बच्चों को ഈ കുഞ്ഞുങ്ങൾ അപ്പനെ ചാരോമോർ തന്റെ നാല് ചുറ്റിനും, ചാരോർ മീൻസ് നാല് ചുറ്റിനും, തന്റെ നാല് ചുറ്റിനും കേൾത്തേ ദേക്കക്കാർ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ ആ പ്രതിമയെ ഐസി ദിഖായി പറ്റി ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ കാണപ്പെട്ടു? ജൈസെ ഓർ സമയസെ കുച്ചധിക് മറ്റുള്ള ആ സമയങ്ങളെക്കാൾ കൂടുതൽ, അധിക് കുച്ചധിക് കൂടുതൽ, മുസ്കരാരഹി ഹോ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. ഇൻ ബച്ചോങ്കോ ഈ കുഞ്ഞുങ്ങൾ അപ്പനെ ചാരോമോർ തന്റെ നാലു ചുറ്റിനും കേൾത്തേ ദേക്കക്കാർ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഗാന്ധിജിയുടെ ആ പ്രതിമ ഐസി ദിഖായി പട്ടി ഇങ്ങനെ കാണപ്പെട്ടു. ജൈസെ ഏതുപോലെ ഓർ സമയസെ മറ്റു സമയത്തേക്കാൾ കുച്ച് അധികം കൂടുതലധികം മുസ്കരാരഹി ഹോ പുഞ്ചിരിക്കുകയാണെന്ന് തോന്നി. എന്നുവെച്ചാൽ ഈ കുഞ്ഞുങ്ങള് ആ ഗാന്ധി പ്രതിമയുടെ നാല് ചുറ്റിനും കളിച്ചപ്പോൾ, ആ കുഞ്ഞുങ്ങളെല്ലാം കൂടി കളിച്ചപ്പോൾ നമുക്ക് തോന്നി, ആ പ്രഭാത് ആ കഹാനിക്കാർ പറയുകയാണ്, ആ ഗാന്ധി പ്രതിമ ചിരിക്കുന്നത് പോലെ തോന്നി. ഇവിടെ ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ചോദിക്കാം, ഇസ്കാ മത്ലബ് ക്യാ ഹൈ, ഇതിന്റെ അർത്ഥം എന്താണ്? കാരണം ഇവിടെ ബച്ചേ പോലാ നിഷ്കളങ്കരാണ് ആ കുഞ്ഞുങ്ങൾ, അല്ലെ? എന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പോൾ അവരുടെ ചിരിയില് ആ പ്രതിമ പോലും ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. വെച്ചാൽ പ്രതിമയെ പോലും സന്തോഷിപ്പിക്കുന്നു, അല്ലെ? ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുകൊള്ളും എന്നുള്ളതിന്റെ ആ സൂചനയാണ് രചനാകാർ അല്ലെങ്കിൽ കഹാനിക്കാർ ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. അഞ്ചാമത്തെ പോയിന്റിലോട്ട്. അപ്പോഴ് ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ഏതാണ്? ബേലാവൂർ സാഹിൽ ബീർ ബഹൂട്ടി കോ ഖോജന, 2 പെൻമേ സ്യാഹി ഭർന, മൂന്നാമത്തെ പോയിന്റ് ബേലാക്കെ ബാലോമേ മാസ്റ്റർ സുരേന്ദ്രജി മാച്ചാവിനെ പംചാപംസായ, നാലാമത്തെ പോയിന്റ് ബേലാക്കെ സിർഫ് സഫേദ് വട്ടി ബാന്തിന, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംഭവം എന്ന് പറയുന്നത്. അപ്പോഴേ ഈ സംഭവം വെച്ചും ഈ ബേലയുടെ തലയിലെ ആ സംഭവം വെച്ചും എന്താണ് പട്കഥയും പിന്നെ വാർത്താലാവും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഞാൻ പട്കഥയായിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് വാർത്താലാവ് പ്രത്യേകം തരികയാണെങ്കിലും ആ വാർത്താലാവ് ആ സംഭാഷണം മാത്രം എടുത്ത് എഴുതണം. ഇനി ഇവിടെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞു എല്ലാ കാര്യത്തിലും സാമ്യമാണെന്ന് പറഞ്ഞു ബേലായും സാഹിലും. ഇപ്പൊ സാഹിൽക്കെ പിണ്ടലിമേം ചോട്ലേന, അതായത് നമ്മുടെ സാഹിലിന്റെ പിണ്ടലി എന്ന് വെച്ചാൽ നമ്മുടെ കാലുണ്ടല്ലോ, ആ കാലിന്റെ ആ മുട്ടുണ്ടല്ലോ, മുട്ടിന്റെ പിറകിൽ താഴെയായിട്ടുള്ള ആ മാംസമായ ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പിണ്ടലി. അന്നേരം അവന്റെ ആ കാലിൽ, ഇപ്പൊ നിങ്ങൾ കാലെന്ന് ഉദ്ദേശിച്ചാൽ മതി, ആ കാലില് മുറിവുണ്ടായതാണ് അടുത്ത സംഭവം. നോക്കാം. രവിവാർ കാ ദിൻ താ, രവിവാർ മീൻസ് സൺഡേ, ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर चूम रहा था. साहिल अपने घर में തന്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി, നീം വേപ്പ്, നീം കെ പേട് വേപ്പ് മരത്തിലെ, ഡാലി ശാഖ, പകഡ്കർ പിടിച്ച്, ഝൂം രഹാ താ ആടുകയായിരുന്നു. ഇവിടെ ഉണ്ട്, അതായത് മുസ്കര, നീം വേപ്പ്, ഡാലി ശാഖ, ഝൂംന ആടുക. അതായത് അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ എന്ത് ചെയ്ത്? അപ്പനെ ഘർമേൽ തന്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി പകഡ്കർ വേപ്പ് മരത്തിന്റെ ആ ശാഖ പിടിച്ച് ഝൂം രഹാത്ത ആടുകയായിരുന്നു. വഹ് അവൻ ഏക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താത്ത, അവൻ എന്താ എങ്ങനെ ആടിയത്? ഏക് സ്റ്റൂൾ പർ ചട്കർ, ഒരു സ്റ്റൂളിൽ കയറി നിന്നാണ് ചൂൽത്താത്ത ആടിക്കൊണ്ടിരുന്നത്. അപ്പോഴ് ആ വേപ്പമരം അവൻ എത്തത്തില്ല, അതുകൊണ്ട് അവൻ എന്ത് ചെയ്ത്? ഒരു സ്റ്റൂൾ എടുത്തിട്ട് ആ സ്റ്റൂളിൽ കയറി നിന്ന് അവൻ ആ വേപ്പമരം പിടിച്ചിങ്ങനെ ആട്ടി. അച്ചാനക്
ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീൽ അചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ആ പൊട്ടിയ സ്റ്റൂളിന്റെ ഏക് കീൽ കീൽ മീൻസ് ആണി ഒരാണി സാഹിൽ കി പിംഡലി മേ സാഹിലിന്റെ ഇവിടെ നമ്മൾ കാലെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു കുഡ്നേക്കെ പീച്ചെ നീച്ചെ മാംസ് കാ ഭാഗ് അതായത് ആ മുട്ടിന്റെ പിൻവശത്ത് താഴെയായിട്ടുള്ള മാംസളമായ ആ ഭാഗത്തെയാണ് ഇവിടെ ഉണ്ട് മുട്ടിന് പിന്നിൽ താഴെയുള്ള മാംസഭാഗം ആ മാംസഭാഗത്തെയാണ് പിംഡലി എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇവിടെ പിന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി കാലെന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞാലും മതി. അതായത് അചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ആ പൊട്ടിയ സ്റ്റൂളിന്റെ ഏക് കീൽ കീൽ മീൻസ് ഒരാണി സാഹിൽ കി പിണ്ടലിമേ സാഹിലിന്റെ കാലിൽ ലഗുകയി കൊണ്ടു. ഏക് ഇഞ്ച് ഒരിഞ്ചിൽ ഗഹര നല്ല ആഴത്തിലുള്ള ഗഹര മീൻസ് ആഴത്തിലുള്ള ഗഹര ആഴത്തിലുള്ള ഗട്ട മീൻസ് ഗഹര ആഴത്തിലുള്ള ഗട്ട മീൻസ് കുഴി എന്ന് വെച്ചാൽ ആഴത്തിൽ ഒരു കുഴി പോലെ അങ്ങായി ആണി കൊള്ളുമ്പോ നമുക്കറിയാലോ ഉള്ളിലോട്ടാണ് അങ്ങനെ ആ ആഴത്തില് ആണി കൊണ്ടു അതാണ്. അപ്പോഴേ ഇവിടുന്നൊരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് സാഹിൽ കെ പൈർ മേ കൈസെ ചോട് ലഗി അതായത് സാഹിലിന്റെ കാലിൽ എങ്ങനെ മുറിവേറ്റു അല്ലെങ്കിൽ സാഹിൽ കെ പിണ്ടലി മേ കൈസെ ചോട് ലഗി അല്ലെങ്കിൽ സാഹിൽ കെ പിണ്ടലി മേ ഏക് ഇഞ്ച് ഗഹര ഗട്ട ഹോ ഗയ കൈസെ ഇത് എങ്ങനെ ചോദിച്ചാലും ഈ പറയുന്ന സെന്റൻസുകൾ വരച്ചിടുക. സാഹിൽ അപ്പനെ ഘർ മേ അതായത് സാഹിൽ തന്റെ വീട്ടിലെ നീംകി അവിടെ തന്റെ വീട്ടിലേന്ന് വേണ്ട ഇവിടം തൊട്ട് മതി നീംകെ പേഡ് കി ഡാലി പർ അവിടം തൊട്ട് വരച്ചാൽ മതി നീംകെ പേഡ് കെ ഡാലി പർ അതായത് സാഹിൽ നീംകെ പേഡ് കി ഡാലി പർ അവിടെ അപ്പനെ ഘർ മേ വേണ്ട സാഹിൽ നീംകെ പേഡ് കി ഡാലി പകഡ്കർ ചൂം രഹാ താ സാഹില് വേപ്പ് മരത്തിന്റെ ശാഖ പിടിച്ച് ആട്ടുകയായിരുന്നു. എന്താണ് വഹ് ഏക് സ്റ്റൂൾ പർ ചഡ്കർ ചൂൽത്താ താ അവൻ ഒരു സ്റ്റൂളിൽ കയറി ആടുകയായിരുന്നു. അചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീൽ ആ പൊട്ടിയ സ്റ്റൂളിന്റെ ആ എന്താണ് ഒരു കീൽ ആണി സാഹിൽ കി പിണ്ടലി മേ ലഗുകയി സാഹിലിന്റെ എന്താണ് പിണ്ടലി മീൻസ് ആ കാലിൽ ലഗുകയി തറച്ചു ഏക് ഇഞ്ച് ഗഹര ഗട്ടാ ഹോയ അങ്ങനെ ഒരിഞ്ച് ആഴത്തിൽ മുറിവുണ്ടായി. അതൊന്ന് വരച്ചിടുക. ഇനി രണ്ടുപേർക്ക് മുറിവ് ബാൻഡേജ് ആയല്ലോ. ആർക്കൊക്കെ ബാൻഡേജ് ആയി? അതായത് സാഹിലിനും ബാൻഡേജ് കെട്ടി. പിന്നെ ആർക്കും ബാൻഡേജ് ഉണ്ടായി? പിന്നെ നമ്മുടെ വേലയ്ക്കും നോക്കാം. അന്നേരം അവിടെയും രണ്ടുപേരും സെയിം ആയി. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसे അങ്ങനെ അവനെ ആരെയാ അവന്റെ കാലിൽ ഇങ്ങനെ മുറിവേറ്റപ്പോൾ സർക്കാരി अस्पताल में ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പട്ടി ബന്ധുവാനെ के लिए ആ ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടി ലേ ജായാ ഗയ കൊണ്ടുപോയി. ആരെയാ വെള്ള ബാൻഡേജ് കെട്ടുന്നതിന് വേണ്ടി കൊണ്ടുപോയത്? ബാൻഡേജ് കെട്ടുന്നതിന് സാഹിലിനെ എവിടെ കൊണ്ടുപോയി? സർക്കാരി ഹോസ്പിറ്റൽ. ഉസ്നെ ദേഖാ കി അവൻ അവിടെ ചെന്നപ്പോൾ എന്താണ്? ഉസ്നെ ദേഖാ കി ദോ ലോഗോं को छोड़कर आगे बेला खड़ी है. ഉസ്നെ ദേഖാ കി അവൻ കണ്ടു. എന്തോ കണ്ട്? ദോ ലോഗോं को छोड़कर രണ്ട് ആളുകൾക്ക് അപ്പുറം ആകെ മുന്നിൽ ബേല ഖടി ഹെ ബേല നിൽക്കുന്നു. അപ്പോഴേ ബേലയും എന്തിനു വന്ന് കാണും? സിർ പർ പട്ടി ബാന്ധിനേക്കില് തലയില് ബാൻഡേജ് കെട്ടാനായിരിക്കും ബേലയും വന്ന. അപ്പോഴേ ഇവന്റെ കാലിൽ ഇങ്ങനെ മുറിവ് പറ്റിയപ്പോഴ് അവൻ എവിടെ ചെന്നു? ആ ഞായറാഴ്ച ദിവസമാണ് ഇത് പറ്റിയത്. അവന് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ അവൻ എന്താ കണ്ടത്? ദോ ലോഗോं को छोड़कर ആ രണ്ട് പേര്
കഴിഞ്ഞിട്ട് ആകെ മുന്നിലായിട്ട് ആര് നിൽക്കുന്നു? ബേല ഖടി ഹെ, ബേല നിൽക്കുന്നു. രണ്ടു പേർക്ക് മുന്നിൽ ബേല നിൽക്കുന്നു. എന്തിനാ അവള് വന്നേ? സിർമേം പട്ടി ബന്ധുവാനെയായി, സിർമേം തലയിൽ, പട്ടി ബന്ധുവാനെയായി, അതായത് ആ തലയില് ബാൻഡേജ് കെട്ടുവാൻ അവളും അവിടെ വന്നേത്. അപ്പോഴ് ആ ബാൻഡേജിന് പോലും ഒരാളുടെ തലയിലും ഒരാളുടെ കാലിലും ബാൻഡേജ് കെട്ടുന്ന രീതിയിൽ പോലും രണ്ടുപേർക്കും അവിടെ ഐക്യമാണ്. स्कूल आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. അപ്പോൾ സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുമ്പോഴും, അവർ കക്ഷാമേ ക്ലാസ്സിലും, കൈ ദിനോ തക് ഏതാനും ദിവസങ്ങളായി, ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ രണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ? ജിൻമേൽ സെ അവയിൽ ഏക് കെ സിർ പർ ഒരാളിന്റെ തലയിൽ, പട്ടി ബന്ദി ഹോത്തി ഹെ ബാൻഡേജ് കെട്ടിയിരിക്കുന്നു, അവർ ഏക് കെ പിണ്ടലിമേ ഒരാളിന്റെ കാലിലും. അപ്പോഴാരുടെയൊക്കെയാ? മനസ്സിലായില്ല? സ്കൂൾ ആത്തേ ജാത്തേ ഹുയെ, സ്കൂൾ വരികയും പോവുകയല്ല, സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്തപ്പോൾ, കക്ഷാമേ ക്ലാസ്സിൽ, കൈ ദിനോന്ത ഏതാനും ദിവസങ്ങൾ വരെ, ദോ ഐസേ ബച്ചേ ദിക്കായി ദേത്തെ രണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണപ്പെട്ടു. എന്താണ്? ജിൻമേസെ ഇവരിൽ, ഏക് കെ സിർ പർ അതായത് ഒരാളുടെ തലയിൽ, പട്ടി ബന്ദി ഹോത്തി ബാൻഡേജ് കെട്ടിയിരിക്കുന്നു, ഒരാളുടെ തലയിൽ ബാൻഡേജ് കെട്ടിയിരിക്കുന്നു, അവർ ഏക് കി പിണ്ടലിമേ മറ്റൊരാളുടെ എന്താണ്? കാലിലും. സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം പർ ഭി സാഥി ദിക്കായി ദേത്തെ. സഫേദ് പട്ടി വാലെ ആ വെള്ള ബാൻഡേജ് കെട്ടിയ ഏ ദോനോ ഇവരെ രണ്ടുപേരെയും, കഹീം ഫർഫി എല്ലായിടവും, സാഥി ദിക്കായി ദേത്തെ ഒരുമിച്ച് കാണപ്പെട്ടു. സഫേദ് പട്ടി വാലെ എന്ന് വെച്ചാൽ വെള്ള ബാൻഡേജുകാരായ ഏ ദോനോ ഈ രണ്ടുപേരെയും, കഹീം ഫർഫി എന്ന് വെച്ചാൽ എല്ലായിടവും, സാഥി ദിക്കായി ദേത്തെ ഒരുമിച്ച് കാണപ്പെട്ടു. അങ്ങനെ ആ 5 പോയിന്റുകൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി അവിടെ ഈ 5 പോയിന്റുകളിൽ ഇപ്പൊ ഇന്ന് ഈ പറഞ്ഞതില് ഡയറി എന്താണ്? ഡയറി, ലെറ്റർ, പട്കഥ, പിന്നെ ക്വസ്റ്റ്യൻ ആൻസറുകൾ, ഇതല്ല. ഞാൻ അപ്പോഴേ ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഞാൻ ഇപ്പം പറഞ്ഞത് വെച്ചുകൊണ്ട് ഞാൻ ഇട്ടുതരും. നിങ്ങൾക്ക് അത് എഴുതി നോക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇട്ടുതന്നതിന് ശേഷം പിന്നെ ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ശരിയാണോ, നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് പറയുക. അപ്പോഴേ ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ആ ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോഴേ ഞാൻ ഈ ക്വസ്റ്റ്യനും ആൻസറും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിനോടൊപ്പം നിങ്ങളത് പഠിക്കുകയും ചെയ്യണം. കൂടാതെ ഇന്ന് ഞാൻ കുറച്ച് അല്ലാതെയുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് തരാം. അപ്പോഴ് ഇന്ന് ഞാൻ ആ ആൻസർ തന്ന അത് തന്നെ വെച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇതിനുള്ള മറുപടിയൊക്കെ പേഴ്സണൽ നമ്പറിലോട്ട് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട, ഗ്രൂപ്പിൽ അയക്കണ്ട. ഇനി നമുക്ക് ഒരു പോയിന്റും കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് ആ തന്നിരിക്കുന്ന ആ നോട്ട്സ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അടുത്ത ഒരു പോയിന്റും കൂടെ ഉണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു പോയിന്റിൻ്റെയും കൂടെ എന്ന് വെച്ചാൽ ഒരു പേജും കൂടെ ഇത്രയും ഭാഗവും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെസൺ കംപ്ലീറ്റ് ആകും. അതിനോടൊപ്പം ഞാൻ നോട്ടുകളും അങ്ങ് തരുന്നതായിരിക്കും. അത് എഴുതിയെടുക്കുകയും നിങ്ങൾ അത് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പേഴ്സണൽ നമ്പറിൽ അറിയിക്കുക. ഓക്കെ.